ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് ഇഡ്ഡലിയാണ്. ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഫ്രൈഡ് ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഒപ്പം അതിൻ്റെ ചേരുവകളും. നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഇഡ്ഡലി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലൈറ്റായിട്ട്. നമുക്കിത് വശം ഓരോന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല ബ്രൗൺ കളറായി വരണം. അതിനുശേഷം നമുക്ക് കോരിയെടുക്കാം. എന്നാൽ ഒരുപാട് ഹാർഡാവരുത്. ക്രിസ്പി ആവണതിന് മുമ്പ് തന്നെ നമുക്ക് കോരിയെടുക്കണം. നമ്മുടെ ഇഡ്ഡലി നല്ല കളറായിട്ടുണ്ട്. നല്ല കളറുമായി, പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. സോഫ്റ്റുമാണ് എന്ന കളറുമുണ്ട്. നമുക്കിത് കോരി കൊളാണ്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് ശരിക്കും വാർന്ന് പോട്ടെ. അതുവരെ കൊളാണ്ടറിൽ കിടക്കട്ടെ. നമ്മുടെ ഫ്രൈഡ് ഇഡ്ഡലി തയ്യാറാക്കാൻ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി റെഡിയാകുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തും 1/4 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തും ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്ത നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. 4 ചെറിയ ഉള്ളിയാണ് നന്നായിട്ട് സ്ലൈസ് ചെയ്ത്. 2 പച്ചമുളക് ചോപ്പ് ചെയ്തും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി നമ്മളിട്ടത് എല്ലാം വഴൻ്റെ ഒരു ബ്രൗൺ കളറായി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു സവാള ചെറുത് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 പിഞ്ച്, കാശ്മീരി ചില്ലിപ്പൊടി 1 പിഞ്ച്, പിന്നെ നമ്മളൊരു 1/4 പിഞ്ച് കായം പൊടിച്ചതും കായം പൊടി ചേർക്കാം. 1/4 പിഞ്ച്. അടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു ഹാഫ് ടൊമാറ്റോ ആണ്. ഒരു ടൊമാറ്റോയുടെ പകുതിയാണ് എൻ്റെ എടുത്തിരിക്കുന്നത്. ചെറിയ ടൊമാറ്റോ ആണ്, എൻ്റെ പകുതിയാണ് നമ്മളെടുത്ത്. കൂടുതൽ ആവശ്യമില്ല. ടൊമാറ്റോ ഏകദേശം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഡ്ഡലി അത് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് ബാക്കി കൂടി നമുക്ക് തയ്യാറാക്കാം. ടൊമാറ്റോ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഡ്ഡലി ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കും വളരെ ഇഷ്ടമാകും. കാരണം കുട്ടികൾ എപ്പോഴും ഇപ്പോൾ വെറൈറ്റി സാധനങ്ങളാണ് അവർക്ക് ഇഷ്ടമാവുന്നത്. അതുകൊണ്ട് അവരെന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇതാ നമ്മുടെ ഫ്രൈഡ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മല്ലിയില ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഇഡ്ഡലി നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. ഈ പ്ലേറ്റിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. നമ്മളിതിന് വേണ്ടിയിട്ട് 4 ഇഡ്ഡലിയാണ് എടുത്തത്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. നല്ല അതീവ രുചിയുള്ള നമ്മുടെ ഫ്രൈഡ് ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ മറക്കാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. താങ്ക് യു.